കഴിഞ്ഞ സാറ്റർഡേ ജാഫർക്ക പറഞ്ഞു നാളെ നമുക്ക് സാലിമോളുടെ അടുത്തേക്കൊന്ന് എറണാകുളത്തേക്ക് പോയാലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 6 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് കേട്ടോ. ഇക്ബാലും നെസ്ലിയും ഞാനും ജാഫർക്കയും മോനും കൂടെ പോയത്. അവിടെ കൃത്യം 10:30-ക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ ഫുഡൊന്നും രാവിലത്തത് എവിടെ ശരിക്കും കിട്ടാനില്ല കേട്ടോ. എല്ലാ ഹോട്ടലുകളും ഞങ്ങൾ ആദ്യമൊക്കെ പോയപ്പോൾ കണ്ടിരുന്ന ഒരുപാട് ഹോട്ടലുകൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്യാസ് ഇല്ലാഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ കിട്ടിയ ഫുഡ് തന്നെ പുട്ടും കട്ടൻ ചായയൊക്കെ ആയിരുന്നു. ഒരുവിധമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ ലുലുവിലെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അതിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങനെ പത്തിരിയും മീൻ കറിയൊക്കെ എടുത്ത് ഞങ്ങൾ മുകളിൽ പോയി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിച്ചു കേട്ടോ. ജാഫർക്ക പാൽ ചായ കുടിച്ചത്, പക്ഷേ ഞാൻ കട്ടനാണ് വാങ്ങിച്ചത്. ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് വെറുതെ അധികം അങ്ങനെ കറങ്ങി കേട്ടോ. മക്കൾ കുട്ടികളെയും കൊണ്ട് ഓരോരോ പിന്നെ സ്ലൈഡിലും ഇതിലൊക്കെ കയറാൻ വേണ്ടി പോയി. പക്ഷേ ഞങ്ങൾ വെറുതെ അധികം കറങ്ങി. അപ്പോഴാണ് ടീച്ചറും കുട്ടികളും അവർ തലേ ദിവസം ഞങ്ങൾ പോരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. പിന്നെ ടീച്ചറെ വകയായിരുന്നു ഞങ്ങൾക്ക് ഫുഡ്. നല്ല മന്തി റൈസും അൽഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു. ജാഫർക്കാക്ക് പിന്നെ മന്തി പറ്റാത്തതുകൊണ്ട് അപ്പുറത്തൊരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. എന്തായാലും അടിപൊളിയായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടമക്കുടി കാണാൻ വേണ്ടി പോയിട്ടോ. അതിൻ്റെ റബ്ബേ എന്തോരു ഭംഗിയായിരുന്നു എന്നറിയോ. ശരിക്കും കടലിൻ്റെ നടുവിലൂടെ റോഡ് പോണ പോലെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് പോയത്. 2 സൈഡും നല്ല നിറഞ്ഞു കിടക്കണ വെള്ളം കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ ശരിക്കും ഇറങ്ങി അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഇക്ബാലിൻ്റെ വണ്ടി കുറേ അപ്പുറമാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവരും ഞങ്ങളെ അടുത്തെത്തി കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോഷൂട്ടും അതേപോലെ എന്താ പറയുക ആസ്വാദനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചായക്കടയും തിരഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ചായക്കട കേട്ടോ. ഒന്നൊന്നല്ല, ചെറിയ ചെറിയ ചായക്കടകൾ കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊന്നും ചായയൊന്നും വേണ്ട. അവർ ശരിക്കും ദൂരെയൊക്കെ കൂടെ നടന്ന് അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കേട്ടോ നല്ല എന്താ പറയുക മഴക്കാറ് മൂടിയത്. എന്തുപോലെ കാറ്റായിരുന്നു എന്നറിയോ. ശരിക്കും തിര വരുന്ന പോലെ വെള്ളമൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കാൻ തുടങ്ങി. മരങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ ആടാൻ തുടങ്ങി കേട്ടോ. ശരിക്കും പേടിയായി തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിക്കും ആ വെള്ളത്തിൻ്റെ ആ തിര പോലെയുള്ള പൊന്തലും ആ കാറ്റും എല്ലാം കൂടെ ചിലർക്ക് പേടിയാവുന്നുണ്ട്, ചിലർക്ക് എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ കൂടെ കേട്ടോ. അപ്പോഴേക്ക് പിന്നെ കാലാവസ്ഥ ആകെ മാറി, മഴയൊക്കെ പെയ്ത് പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഓടാൻ തുടങ്ങി. ബൈക്കുകളൊക്കെ നിന്നോടത്ത് നിന്ന് കാറ്റുകൊണ്ട് മറിയാൻ തുടങ്ങി. ഹെൽമെറ്റൊക്കെ വെള്ളത്തിൽ പോയി. അങ്ങനെ ആകെ കൊളായി. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് എഴുതി പോയതാണ്. തിരിച്ച് ഞങ്ങൾ മോളെ ഹോസ്റ്റലിലാക്കി വേഗം വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ശരിക്കും എല്ലാവർക്കും നന്നായിട്ട് ഉറക്കം വന്നിരുന്നു കേട്ടോ. പക്ഷേ എന്താ ഇനിയിപ്പോൾ വഴിയിൽ ഉറക്കം വന്നാൽ വഴിയിൽ കിടക്കാമെന്നും പറഞ്ഞിട്ടാണ്, അങ്ങനെ വണ്ടി നിർത്തി ഉറങ്ങാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയത് കേട്ടോ.